എന്തോന്ന്? അല്ല സാറല്ലേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാനാ? എന്തിന്? എപ്പം? ഇന്ന് രാവിലെ കണ്ടപ്പോൾ 10:30 ക്യാബിനിൽ പറഞ്ഞു എന്തോ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ. അന്ന് സാറ് മറന്നു പോയതായിരിക്കും, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറക്കാനോ? ഞാനോ? ഞാനോ? ഇല്ല സാറിനൊന്നുമില്ല, ഒന്നുമില്ല. എൻ്റെ ഭാഗത്തെ തെറ്റ്. ഐ എം സോറി സാർ. ശരി എന്നാൽ. ഈ കുട്ടികൾക്കൊക്കെ ഒരു സ്ഥിരകാല ബോധമില്ല. അയ്യോ, ഇപ്പൊ സാറിന് ശരിക്കും വിളിപ്പിച്ചതല്ലേ? എനിക്ക് തോന്നിയതായിരിക്കുമോ? മായ, മായേ, സാറെന്ത് പറഞ്ഞു? എന്താ പറഞ്ഞു? അല്ല, സാറ് നിന്റെ അടുത്ത് 10:30 ക്യാബിനിൽ ചെല്ലാൻ പറഞ്ഞല്ലായിരുന്നോ? നല്ല ഇമ്പോർട്ടൻ്റ് കാര്യമാണോ? അപ്പോൾ സാറത് എൻ്റെ അടുത്ത് പറയുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോഴല്ലേ സാറ് നിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്? ഓ, അപ്പോൾ എനിക്ക് തോന്നിയതല്ല അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നേ? സാർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാബിനിൽ സാറിനെ കാണാൻ ചെന്നപ്പോൾ സാറിനെ വിളിപ്പിച്ച കാര്യം മറന്നുപോയി. അപ്പം അത് മറന്നുപോയതാണെന്ന് പറഞ്ഞതും എൻ്റെ നേരെ ദേഷ്യപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കത് തോന്നിയതാണോ അല്ലയോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അതിലൊരു സംശയം വേണ്ട. സാർ നിന്റെ അടുത്ത് പറയുമ്പോൾ ഞാനും സാക്ഷിയാണ്. പക്ഷേ എന്നാലും സാർ എന്തായിരിക്കും അങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തതിനകത്ത്? അതിപ്പോൾ നീ ഇത്ര ചിന്തിച്ച് കൂട്ടൊന്നും വേണ്ട. 100 കൂട്ടം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ജോലിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ മറന്നുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ മറന്നുപോയതായിരിക്കും. ഈ കോർപ്പറേറ്റുകാരുടെ മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? പെട്ടെന്ന് അങ്ങ് മറന്നു. അങ്ങനെയായിരിക്കും. പിന്നെ അല്ലാതെ നീ ഓരോന്ന് ചിന്തിച്ച് പ്രാന്ത് പിടിപ്പിക്കാണ്ടേ പോയി ജോലി ചെയ്യാൻ നോക്ക്. രണ്ടുപേരും എന്തെങ്കിലും ജോലി തിരക്കിലാണോ? അല്ല, ട്രെയിനർ സാർക്ക് തിരിച്ചു പോകാനായില്ലേ? നാളെ തിരിച്ചു പോവാ. അപ്പൊ ഇനിയിപ്പോ എന്താ ഇങ്ങോട്ടേക്ക്? ഇനിയിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ നടന്ന പോലെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഞാൻ തിരിച്ചു വരാം. എന്ത് സംഭവമായാലും ഈ ഓഫീസിൽ ഇത്തിരി മനസമാധാന അന്തരീക്ഷം ഉള്ളപ്പോൾ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് മായയുടെ കോമഡി. അല്ല, അത് പറഞ്ഞ് ശരി കേട്ടോ. ഞാനിവിടെ എപ്പോൾ വന്നിട്ടുണ്ടോ അപ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം അങ്ങനെ വരാതിരിക്കട്ടെ. അല്ല, കൃഷ്ണ സാർ ക്യാബിനിലുണ്ടോ? ആ, സാർ ക്യാബിനിലുണ്ട്. ഞാൻ ഇപ്പം കണ്ടിട്ട് വന്നേ ഉള്ളൂ. എന്തെങ്കിലും ജോലി തിരക്കിലാണോ? സാറിന് എപ്പോഴാണ് തിരക്കില്ലാത്ത? ചെന്ന് കണ്ടു നോക്ക്. ശരി, വരട്ടെ. ഞാൻ പറഞ്ഞ് കറക്റ്റാലേ. അവൻ എപ്പോഴേക്കും ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ, പറഞ്ഞത് ശരിയാ. ഇല്ലെങ്കിൽ ഈ ഓഫീസിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ ഒന്ന് കടന്നു പോയാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. അതെന്താ എനിക്ക് തോന്നാത്തത്? എടാ, എന്ത് തോന്നാന്നാ നീ പറയണത്? മുംബൈയിലെ ഓഫീസിൽ വെച്ച് നീ രാകേഷും കൂടെ എന്നോട് ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അന്ന് തന്നെ നിന്റെ അടുത്ത് മാപ്പും പറഞ്ഞാണ്. നീയാണ് പിന്നെ ഒന്നും വിടാണ്ട് എല്ലാം പിടിച്ചോണ്ട് നടക്കണം. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തത്, പ്രത്യേകിച്ച് നീ. എടാ, നീ അതിന് വന്നപ്പോൾ തൊട്ട് എനിക്ക് തിരിച്ച് പണി തരാനുള്ള ഒരുപാട് പരിപാടികൾ നീ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നിനക്ക് എൻ്റെ അടുത്തുള്ള കലിപ്പ് തീരുന്നില്ല. അതിന് ഞാൻ അനുഭവിച്ച പോലുള്ള ഹ്യൂമിലിയേഷൻ സിറ്റുവേഷൻ നീ അനുഭവിക്കട്ടെ. അന്ന് ഞാൻ നിർത്താം. നിന്റെ അടുത്തൊക്കെ സമാധാനം സംസാരിക്കാൻ എന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് സംസാരിക്കാൻ വരാൻ. ഇന്നിപ്പോൾ രാകേഷ് ഇല്ലാത്തതുകൊണ്ടല്ലോ നീ എന്നോട് സംസാരിക്കാൻ വന്നു, അല്ലെങ്കിൽ വരില്ലല്ലോ. രാകേഷ് ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? അവനുണ്ടെങ്കിൽ നീ സംസാരിക്കില്ല, അവനോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. മാത്രമല്ല, അവനറിയാത്ത പല കാര്യങ്ങളും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അവനതറിഞ്ഞ പ്രശ്നമാണല്ലോ. നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു? ബ്ലാക്ക് മെയിലിംഗും അല്ല, വൈറ്റ് മെയിലിംഗും അല്ല. നിന്നെപ്പോലെ എടുത്താണ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവനിട്ടിട്ട് പോകും. എടാ, ഒരുത്തനെയും കണ്ടിട്ടല്ല ഈ മനു ജീവിക്കണത്. എൻ്റെ സൗഹൃദം ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ നിന്നാൽ മതി. എല്ലാത്തിനൊക്കെ പോവാം, അത് അവരുടെ സ്വാതന്ത്ര്യം. നിന്റെ ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. ഞാൻ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാനും സംസാരിച്ചാൽ ശരിയാവില്ല. എന്നാൽ സാർ ഒറ്റയ്ക്ക് എവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എനിക്കും വേറെ പണിയുണ്ട്. എന്നാ പിന്നെ പൊക്കൂടെ? നിന്റെ മടിയിലൊന്നുമല്ലേ കയറി ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണേ. നിനക്ക് വേണ്ടി എണീറ്റ് പൊക്കൂടെ? ആ, പോവാണ്. വലിയ ഉപകാരം. ചൊറിയാൻ കിട്ടുന്ന ഒരവസരം നീ പാഴാക്കരുതട്ടാ. നീയും പഴക്കാറൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോകണം. പോ. എന്തൊരു മയ? നിങ്ങൾ രണ്ടുപേരും ഒന്നും എൻ്റെ കൂടെ പറഞ്ഞു. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? ഈ ഓഫീസിൽ എന്ന് വന്നാലും പ്രശ്നമാണല്ലോ. ഏതെങ്കിലും ഒരു ദിവസം കിട്ടും പ്രശ്നം ഇല്ലാത്തത്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഒന്ന് വാ. അല്ലമ്മ, എന്താ പ്രശ്നം? അത് വിശദമായിട്ട് പറയാനല്ലേ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരുത്തിന് തലക്ക് വെളിവില്ലാത്തായിരുന്നു പ്രശ്നം. ഇന്ന് ആർക്കാണോ പ്രശ്നം? നീ ഒന്നും കൂടുതൽ ഊതാൻ നിൽക്കണ്ട. എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
അത് വ്യക്തമായി മനസ്സിലാവാൻ തന്നെയാണ് പറഞ്ഞത്. ആ ഈ അവസ്ഥയൊക്കെ നിനക്കൊക്കെ വരുമ്പോഴേ എൻ്റെ മനസ്സിലാവുള്ളൂ. എനിക്ക് വരട്ടെ, അപ്പം ഞാൻ മനസ്സിലായിക്കോളാം കേട്ടാ. ഒന്ന് നിർത്താവോ രണ്ടുപേരും? നിന്റെയൊക്കെ തല്ല് പിന്നെ ആവാതെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടേ? എന്ത് പ്രശ്നം പരിഹരിക്കണം എന്നാണ് പറയണത്? എടാ മാങ്ങാണ്ടി തലയാ, അത് പറഞ്ഞില്ലേ കുറെ നേരം കൊണ്ട് നിന്നൊക്കെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് കേൾക്കാൻ നിൽക്കാതെ കോണോ ഓരോന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുക രണ്ടുപേരും. വന്നല്ലോ എല്ലാരും. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ അത് ശ്യാമന്റെ പറഞ്ഞായിരിക്കും നല്ലത്. അതെ, ഞാൻ ആരാ? കിളി പോയിരിക്കാണല്ലേ? അല്ല, ഞാൻ ആരാ പറ. ശ്യാമല്ലേ? ഭാഗ്യം. അപ്പൊ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാം അല്ലേ? ശ്യാമ എന്താണ് അങ്ങനെ ചോദിച്ചത്? അതിനൊരു കാരണമുണ്ട്. സാർ എന്താണോ? മേ കമ്മിങ്. അല്ല സാറ് തിരക്കാണ്, ഞാൻ പോയിട്ട് പിന്നാരാ. വേണ്ട വേണ്ട, വാ വാ വാ. എന്താണോ താൻ എന്താ കാണിക്കുന്നത്? തന്റെ താരം പറഞ്ഞ് എന്റെ മുമ്പിൽ കസേര വലിച്ചിട്ടിരിക്കാൻ. അല്ല സാറ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എപ്പോ പറഞ്ഞു? സാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാർ. ആ അത് എന്റെ ഓഫീസിലെ സ്റ്റാഫുകളോടായിരിക്കും ഞാൻ പറഞ്ഞത്. അല്ല ചായ മടയും കൊണ്ടുവരുന്നിടത്തൊന്നും ഞാൻ എന്റെ കസേര കയറി ഇരിക്കാൻ പറ്റത്തില്ല. ചായയും വടയും? സാർ ഞാൻ ശ്യാമാണ്. ശ്യാമ എടോ വട എവിടോ? വടയോ? വട ഇല്ലെങ്കിൽ പോടോ. എന്താണോ? അല്ല ചിരി ഇടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ല ചിരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അല്ല നീ ചിരിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നാളെ അങ്ങ് പോകും. പിന്നെ ഇനി മുതൽ പുള്ളിനെ സഹിക്കേണ്ട നീയൊക്കെ ആയിരിക്കും. ആ കാര്യം മറക്കണ്ട കേട്ടോ. അല്ല എന്നാലും കൃഷ്ണ സാറിന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? ഹലോ, രാവിലെ കൃഷ്ണ സാർ എന്നെ ക്യാബിനിലേക്ക് വിളിച്ച കാര്യം മറന്നെന്ന് പറഞ്ഞപ്പോ മോൾ എന്തോ പറഞ്ഞത്? കോർപ്പറേറ്റ് ജോലിക്കിടയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നല്ലേ? ഇപ്പൊ ഇവിടെ നടന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വിചാരിച്ച പോലെയല്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മുടെ ഓഫീസിലെ പ്രേതബാധ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേതബാധയോ? ആ ഇനി പുതിയ കഥ കൂടെ അടിച്ചിറക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഓഫീസിന്റെ പരിസരത്ത് പോലും ഒരാളും വരാതിരിക്കാൻ. അല്ലെ നിങ്ങൾ തന്നെ പറ, ഒരു പ്രശ്നം കഴിയുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാ വേറൊരു പ്രശ്നം നമ്മുടെ ഓഫീസിലുണ്ടാവുന്നത്? കഴിഞ്ഞ ആഴ്ച ദേ ഈ മനു ആയിരുന്നു നമ്മുടെ തലവേദന. ഈ ആഴ്ച കൃഷ്ണ സാറ്, അടുത്ത ആഴ്ച ചിലപ്പോൾ അത് ജോണാവും. ഞാനോ? ആ നീ തന്നെ കറക്റ്റാ. അല്ല ആകണമെന്നില്ല, ആയി കൂടൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നത് നല്ലതാണ്. ബെസ്റ്റ്. അതെ, പ്രേതവും ഭൂതൊക്കെ അവിടെ നിൽക്കട്ടെ. പുള്ളിയുടെ കാര്യത്തിൽ എന്താ നിങ്ങളുടെയൊക്കെ പ്ലാൻ? അതിനെന്താ പ്രശ്നം എന്നറിയണ്ടേ? രോഗം അറിയാണ്ട് ചികിത്സിക്കാൻ പറ്റുമോ മണ്ട? ശരിയാ. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചികിത്സ എന്തായാലും അനിവാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. എനിക്ക് റൈഡ് തോന്നുന്നുണ്ട്. പറ. നമുക്ക് എല്ലാവർക്കും കൃഷ്ണ സാറിന്റെ ക്യാബിൻ വരെ ഒന്ന് പോകണം. ഒറ്റ അടിയും കണ്ടല്ലോ, ഒറ്റയ്ക്കൊക്കെ പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോഴേ പുള്ളി കയ്യിൽ പേപ്പർ വെയിറ്റും പിടിച്ചിട്ട് എൻ്റെ നേരം നോക്കിയിട്ട് നോട്ടും ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊടുക്കും. ഈ പ്രാവശ്യം വരുമ്പോൾ പുള്ളി എങ്ങനെ അത് ചേർന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാനൊന്നുമില്ല, തന്നെ നോക്കും. ഏയ് അങ്ങനെ ഇരുത്തൊന്നുമില്ല, നമ്മളെല്ലാരും ഇല്ല കൂടെ. ഓ നമ്മളെല്ലാവരും ഈ ഏറ് കൊള്ളുമ്പോൾ ആദ്യം ഓടാൻ പോണെങ്കിൽ നമ്മളെല്ലാവരും ആയിരിക്കും. എടാ പൊട്ടാ, ഞാനേ പേപ്പർ ബോൾ എന്നല്ല പറഞ്ഞ പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ആർക്ക് പോയി? എനിക്ക് പോയി. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ ഞാൻ പറയുന്നത്? എനിക്കറിയാൻ പാടില്ല ഈ കൃഷ്ണ സാറിന് എന്താ പറ്റിയെന്ന്. അറിഞ്ഞ് അടങ്ങൂന്നുള്ളവർ എന്താന്ന് വെച്ചപ്പോൾ ചെയ്തു. എന്നെ വെറുതെ വിട്ടേ. അല്ല എനിക്ക് രാവിലെ തന്നെ സാറിന് എന്തോ പ്രശ്നമുള്ളതായിട്ട് മനസ്സിലായത്. ഇനി അത് പ്രത്യേകിച്ച് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എല്ലാവരും പറയണ കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നത് സാറിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതുകൊണ്ട് ഞാനെന്തായാലും ആ പരിസരത്തേക്കില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ പോയിക്കോ. എനിക്കെന്തായാലും ഒന്ന് സാറിനെ പോയി കാണണമെന്നുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ പുള്ളി നമ്മുടെ സാറല്ലേ. പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം നമ്മുടെ എല്ലാവരുടെയും കടമയും കൂടെ ആണല്ലോ. ജോൺ പറഞ്ഞതാ ശരിയെന്ന് എനിക്ക് തോന്നണേ. ഞാനും കൂടെ വരാം. തരക്ക് പേടിയുണ്ടോ? ഹേയ് അല്ല, ഇനിയിപ്പോ ശ്യാം പറഞ്ഞതുപോലെ ലേറും കിട്ടിയാലോ എന്ന് ചെറിയൊരു പേടി. ജോണിനോ?
ആ ഒരു ചെറിയ പേടി എനിക്കുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കടമയാണോ? ഈ ഡയലോഗല്ലേ കുറച്ച് മുമ്പ് ഞാനും പറഞ്ഞത്. അതിന്റെ കോപ്പിറൈറ്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പൊ ആർക്ക് വേണേലും പറയാട്ടോ. ഓ, ഡയലോഗിനൊന്നും ഒരു കുറവുമില്ല. വാ നോക്കാം. ഒരു നിലവിളി സൗണ്ടല്ലോ ഇവിടെ കേട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ട വേണ്ടെന്ന്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഏറി കിട്ടി കാണും. എന്തൊരു ദുഷ്ടനാടാ നീ. ഇതും പറഞ്ഞോട്ട് ഇവിടെ ഇരിക്കാതെ നമുക്ക് പോയി നോക്കാം എന്താ സംഭവിച്ചത്. ഞാനങ്ങ് വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ കയ്യിൽ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് വീണ്ടും പുള്ളിയുടെ വായ്പ വെച്ചാണെങ്കിൽ എനിക്ക് വട്ടൊന്നുമില്ല. തന്നെ നോക്കാം. നീ ഒന്ന് വന്നേ, എന്താണ് നമുക്ക് എല്ലാവരും കൂടി നേരിടാം. അയ്യോ, ഒരുമിച്ച് നേരിട്ട് തന്നെ. അവിടെ ചെല്ലുമ്പോൾ നീയൊക്കെ നിന്റെ വഴിക്ക് വിടും, ഞാൻ ഒറ്റയ്ക്കാവും. ഒന്ന് പോടാറുണ്ട്. നീ ഒന്ന് വന്നേടാ. ഞാൻ വരില്ല. ഞാൻ വരില്ല. പോടാ, മായ വരണ്ട. സാർ 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 എടാ അറിയില്ല, പെട്ടെന്ന് പുള്ളി ബോധം കിട്ടി വീണതാ. ആരെങ്കിലും ജീവനുണ്ടോ നോക്കണേ. എടാ എന്നാവർത്താനെ ശവ നീ പറയുന്നേ? ഒന്നുമില്ലെങ്കിൽ സാറി ഓഫീസിന്റെ മാനേജർ അല്ലേ? ഇതൊന്നും നല്ല സ്വഭാവം കേട്ടോ. എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മൂക്കിലൊന്ന് വിരള വെച്ച് നോക്ക്, ശ്വാസം ഉണ്ടോ എന്നൊന്നും അറിയണ്ടേ? നീ പിടിച്ചേ, തല വെച്ചേ. മൂക്കിൽ വിരള വെച്ച് നോക്കാൻ ശ്വാസം ഉണ്ടോ അറിയാം. ഇതല്ലേ ഞാനും ആദ്യം പറഞ്ഞേ. അല്ല കേട്ടോ, നമ്മള് രണ്ടുപേരും പറഞ്ഞത് രണ്ട് രീതിയില്ല. ആ രണ്ട് രീതിക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാർ. അതെ, നമ്മളൊന്ന് സംസാരിച്ചോണ്ട് കാര്യമില്ല. പുള്ളിന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അതാണ് നല്ലത്. നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രം പോകണ്ട, ഞങ്ങളും വരാം. എടാ എല്ലാവരും കൂടി പോയാൽ ശരിയാവില്ല. ഹെഡ് ഓഫീസിനെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നീ ഹെഡ് ഓഫീസ് വരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ സാറിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ചെരുപ്പം വേണ്ടല്ലോ. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര പെട്ടെന്ന് നമ്മുടെ ഓഫീസർ ICU മാറിയതല്ലേ? സാറിന് ശ്വാസം വന്നപ്പോൾ എനിക്ക് ആശ്വാസമായത്. എന്നാലും എന്തായിരിക്കും സാറിന് പറ്റിയത്? അവരെന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്. അത് വിളിക്കട്ടെ, അപ്പം അറിയാലോ. അല്ല, നിങ്ങൾ എന്താ അവിടെ ശരിക്കും കണ്ട കാഴ്ച? അവിടെ കണ്ടതൊന്നും പറയണ്ട മോളെ. ഇതാണ് അവിടെ സംഭവിച്ചത്. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഇതത് തന്നെ. എന്ത്? നമ്മുടെ ഓഫീസിലെ ഏതോ ഒരു ഡാൻസറിന്റെ പ്രേതം ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. രാവിലെ കൃഷ്ണ സാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ ഒരു നാഗവല്ലി വൈബൊക്കെ എനിക്ക് അടിച്ചായിരുന്നു. ഡോക്ടർ സണ്ണി നാഗവല്ലിയെ തളച്ച സ്ഥിതിക്ക് നാഗവല്ലിയുടെ കൂടെ ഒരു ഡാൻസർ ഉണ്ടായിരുന്നല്ലോ, രാമനാഥൻ്റെ പ്രേതമായിരിക്കും മിക്കവാറും നമ്മുടെ ഓഫീസിൽ കിടന്ന് കറങ്ങുന്നത് അല്ലേ? ഇതൊക്കെ എങ്ങനെ സാധിക്കും? താരെന്നെ വിശ്വസിക്കണ്ട. ഈ ലോകത്ത് നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത എത്രയൊക്കെയോ പ്രപഞ്ച സത്യങ്ങളുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അവര് വിളിച്ചോ? ആ, പേടിക്കാനൊന്നുമില്ല. സാറിന് ബോധം വന്നു, ഇപ്പൊ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ പേടിക്കാനൊന്നുമില്ല അല്ലേ? അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, പേടിക്കാനൊന്നുമില്ല. അല്ലേ, അപ്പൊ സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ എന്തായിരിക്കും കാരണം? അത് ഇവിടെ വന്നിട്ട് വിശദമായിട്ട് പറയാനാണ് ശ്യാമ പറഞ്ഞത്. ഓ, അത് ഇത്ര വിശദമായിട്ട് അറിയാനും പറയാനും ഒന്നുമില്ല. അത് തന്നെ. എന്ത്? അത് കാര്യാക്കണ്ട. ഇന്ന് രാവിലെ മുതൽ ഇവിടെ കിടന്ന് ഇവിടെ പ്രേതമുണ്ട് പ്രേതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അതിൻ്റെയും കൂടി കുറവേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ആരും എൻ്റെ വാക്കിനൊരു വിലയും കൽപ്പിക്കണ്ട. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ മനു ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണെന്ന് എല്ലാവരും കണ്ടതാണല്ലോ. അതെനിക്ക് കറക്റ്റ് ഉറക്കം കിട്ടാത്തതിൻ്റെയാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായതല്ലേ? അങ്ങനെയാണെന്നൊക്കെ തന്നെയാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം സാറിന് ഇങ്ങനെ വന്നതും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ആർക്കാ വരുന്നത് എന്ന് നോക്കിയിരിക്കേണ്ടി വരുമല്ലോ. അടുത്ത ആഴ്ച ആർക്കാ വരുന്നതെന്ന് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അത് ഈ ആഴ്ച തന്നെ വന്നു കഴിഞ്ഞു. മായക്ക് തന്നെ, പക്ഷെ പ്രാന്താണെന്ന് മാത്രം. ഓ, അല്ലെങ്കിൽ ഒന്ന് സത്യം വിളിച്ചു പറയുന്നവരെ ലോകം ഭ്രാന്തി ഭ്രാന്തി എന്ന് വിളിച്ചിട്ടുള്ളൂ. ഞാൻ ഭ്രാന്തി ആയിക്കോളാം, എനിക്ക് ഭ്രാന്താണ്. അതിന് പ്രത്യേകിച്ച് ഇനി പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. ഓൾറെഡി അത് അങ്ങനെ തന്നെയാണ്.
ഇത്ര ലേറ്റ് ആവുന്നേ? എന്താ എന്താ എന്നാലും എന്തായിരിക്കും അവരിത്ര വരാൻ ലേറ്റ് ആവുന്നേന്ന്? അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചതല്ലേ? അതെ. വല്ല ബ്ലോക്കും കിട്ടിക്കാണും. ഹാർട്ടിലോ? ട്രാഫിക്കില്. ആ അങ്ങനെ. അവരെത്തേണ്ട സമയമാകുമ്പോ എത്തിക്കോളും. സാർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? ശരിക്കും സാറിന് അതെ പതുക്കെ നിങ്ങളുടെ എല്ലാവരും ചോദ്യത്തിന് ഒറ്റയടിക്ക് ഉത്തരം പറയാനുള്ള അവസ്ഥയിലല്ല സാർ ഇപ്പോൾ. അപ്പം നമുക്ക് സാറിനെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിയിട്ടേ വിശദമായിട്ട് സംസാരിക്കും. അവിടെ ശ്യാം ഒരു മിനിറ്റ്. അതിന് മുന്നേ ഞാൻ എല്ലാവരോടും ഒന്ന് സോറി പറയാണ്. ഞാൻ കുറച്ച് ഓവറായി പോയെന്ന് എനിക്കറിയാം. സോറി. കുഴപ്പമില്ല സാർ. സാറിന്റെ വേദന എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ മറ്റാരെക്കാളും നിനക്ക് നന്നായിട്ട് മനസ്സിലാവും ഞങ്ങൾക്കറിയാം. സാർ എന്താ ശരിക്കും സംഭവിച്ചേ? സാറേ എന്തായാലും ഞങ്ങളോട് പറഞ്ഞാലേ അപ്പം അവരോടും കൂടി ഒന്ന് പറഞ്ഞേ. ആക്ച്വലി എനിക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ പഴയ കൊളീഗ്സുമായിട്ട് ഒരു ട്രിപ്പ് പോയായിരുന്നേ, കൊടൈക്കനാലിലേക്ക്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഫ്രഷ് ക്യാരറ്റും ചോക്ലേറ്റും പിന്നെ മഷ്റൂമൊക്കെ വാങ്ങിയിട്ട് വരാൻ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മറന്നു പോയിരിക്കാൻ നോട്ട്സിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ സാർ പറ്റിയത്? സാർ അതൊക്കെ വാങ്ങാൻ മറന്നുപോയോ? എന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഭാര്യ വല്ലതും ഇട്ട് തലക്കടിച്ചതാണോ? ആ തലക്കടി കൊണ്ടിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു മായ. അയ്യോ ഞാൻ ഇതൊക്കെ മറന്നു പോയിരിക്കാനേ നമ്മുടെ കൂട്ടത്തിലൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അയാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇതൊക്കെ വാങ്ങിച്ചു തരുകയും ചെയ്തു, ലിസ്റ്റിലുള്ള സാധനങ്ങളെ. പക്ഷേ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കൂണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് അയാൾ പറഞ്ഞായിരുന്നു. അതിന്റെ പ്രശ്നം എനിക്ക് അപ്പം മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ കാരണം സാറിന് മനസ്സിലായി കാണല്ലേ? നല്ലോണം മനസ്സിലായി. എന്താ പ്രശ്നം? അതൊരു സാധാരണ കൂണായിരുന്നില്ല. കൊടൈക്കനാലിലെ ചില പ്രത്യേക ഏരിയകളിൽ മാത്രം കണ്ടുവരുന്ന മാജിക് മഷ്റൂം. ഇന്ന് രാവിലെ വീട്ടിൽ ഭാര്യ ഇല്ലായിരുന്നോണ്ട് ഞാനത് കറി വെച്ച് കഴിച്ചിട്ടാ വന്നേ. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഓഫീസിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ. പിന്നെ നടന്ന ഒന്നും എനിക്ക് ഓർമ്മയില്ല. ചിരിച്ചോ. പിന്നെ ഈ ചിരിയോടുകൂടി ഈ സംഭവം മറന്നേക്കണം. പിന്നെ ഇതും പറഞ്ഞ് നാളെ രാവിലെ എന്നെ കളിയാക്കരുത്. ഇല്ല ഒരിക്കലും കളിയാക്കില്ല. എന്നാ പിന്നെ ഞാൻ ക്യാബിലോട്ട് ചെല്ലട്ടെ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ ഇന്ന് രാവിലത്തെ CCTV വിഷ്വൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണേ. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം എനിക്കറിയാം. വളരെ നല്ല തീരുമാനം. യെസ്. അപ്പൊ ശരി. ശരി സാറേ എന്താ വനു? ആ മാജിക് മഷ്റൂമിന്റെ ബാക്കി വല്ലതും ഉണ്ടാവും? ഇല്ല വനു, അതിന്റെ ബാക്കി വന്ന കറി ഞാൻ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുത്തിട്ടാ വന്നേ. ഞാൻ അതിന്റെ അവസ്ഥ എന്താണെന്ന് വീട്ടിൽ തിരിച്ചു നോക്കുമ്പോഴേ അറിയൂ.